ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ ചാനൽ കാണുന്നവർക്കറിയാം, ഞാൻ രേണുസുതിയെ കുറച്ചൊക്കെ വിമർശിച്ചിട്ടുണ്ട്. സ്ഥിരമായിട്ട് രേണുസുതി കണ്ടന്റ് എടുക്കാറില്ല. പക്ഷേ ഒരു സബ്സ്ക്രിപ്ഷൻ, ആ ചുണ്ടുകൊണ്ട് ഗോഷ്ടി കാണിച്ച് വന്ന ആ സബ്സ്ക്രിപ്ഷൻ വന്നപ്പോൾ തന്നെ ഞാൻ ചെയ്ത വീഡിയോയിൽ എന്റെ സ്ഥിരമായിട്ടുള്ളവർക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒരു കാരണവശാലും അത് അംഗീകരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. അതിന്റെ കൂടെ അന്ന് വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോയിൽ ഉടനീളം ഞാൻ പറഞ്ഞൊരു കാര്യം, ഇത് മക്കൾക്ക് സഹിക്കാൻ പറ്റില്ല. അതിന്റെ ഒരു അവസ്ഥ വളരെ വിശദീകരിച്ച് ഞാൻ പറഞ്ഞു. പ്രായപൂർത്തിയായ ഒരു ചെറുക്കന്റെ കൂട്ടുകാര് സ്വന്തം അമ്മയുടെ നഗ്നതയുള്ളത് മറ്റുള്ള സുഹൃത്തുക്കൾ, അവന്റെ ഒപ്പം പ്രായമുള്ള സുഹൃത്തുക്കൾ എടുത്ത് അവരുടെ ഫോണിൽ ഇവന്റെ അമ്മയുടെ നഗ്നത ആസ്വദിക്കുമ്പം അത് അനുഭവിക്കുന്ന ഒരു മാനസിക വിഷമം എന്ന് പറഞ്ഞാൽ നമുക്കത് വിവരിക്കാൻ പറ്റില്ല. അതിനപ്പുറം ഒന്നുകൊണ്ട് ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ രേണുസുതിക്ക് ക്യാൻസറാണ്, നമുക്ക് എല്ലാവർക്കും സഹതാപമുണ്ട്. പക്ഷെ എന്ന് കരുതി ചെയ്ത തെറ്റുകളെല്ലാം അവിടെ കിടപ്പുണ്ട്. ഇപ്പം ലക്ഷ്മി നക്ഷത്രം വന്ന് ഇനി നിങ്ങളിങ്ങനെ ആരും ഒന്നും കമന്റ് ഇട്ടരുത്, അത് അവർ ജീവിതത്തിൽ പിടിച്ചു കയറി തിരിച്ചു വരട്ടെ, നിങ്ങൾ ആരും കമന്റ് ഇട്ട് വിഷമിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞു. അതെല്ലാം വളരെ സത്യമാണ്. ആ പെൺകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു തന്നെ വരണം. 100% നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അവരെല്ലാം ആരാണെങ്കിലും ക്യാൻസർ ബാധിച്ചാൽ അങ്ങനെയാണ്. നമ്മളുടെ എല്ലാവരുടെയും ശത്രുക്കൾക്ക് പോലും വരരുതെന്ന് നമ്മൾ പറയുന്നത്. കാരണം ആ ഒരു യാത്ര വളരെ വേദനാജനകമാണ്. ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അറിയാവുന്ന, അതുകൊണ്ടാണ് പറയുന്നത്. എന്ന് കരുതി പുള്ളിക്കാരത്തി ഇപ്പൊ ഒരാളെ കൊന്ന കോടതിയിൽ എത്തിയിരുന്നേ, ക്യാൻസർ വന്നു, അതിന് മുന്നേ ഒരാളെ കൊന്നായിരുന്നു, ക്യാൻസർ അല്ലേ എന്നും പറഞ്ഞ് കോടതി വെറുതെ വിടുവോ? ഇല്ലല്ലോ. ഒരു കാലത്ത് ചെയ്യുന്ന തെറ്റ് അവിടെ തന്നെ കിടക്കുവേ. അത് അങ്ങനെയാണ്. നിയമത്തിന്റെ മുന്നിലാണേലും മനുഷ്യരുടെ മനസ്സിലാണേലും അങ്ങനെ തന്നെയാണ്. രേണുസുതി ക്യാൻസർ വന്നവിടം തൊട്ട് നമുക്ക് പുള്ളിക്കാരത്തിയോട് സഹതാപവും സ്നേഹവും ഉണ്ട്. അതിന്റെ തൊട്ടു മുന്നേ വരെ പുള്ളിക്കാരത്തി ഒരു രക്ഷയില്ല. ഞാൻ പറയുന്ന ഫിലിമിൽ അഭിനയിക്കോ, എന്ത് വേണേലും ചെയ്തോട്ടെ, എന്തേലും ആയിക്കോട്ടെ, ആ സബ്സ്ക്രിപ്ഷൻ എന്ന വാക്ക്, ആ ഒരു സംഭവം കാണിച്ചാണ്. കാല് കാണിക്കുന്നു, വയറ് കാണിക്കുന്നു, ഉള്ള ബ്രസ്റ്റ് ശകലേ ഉള്ളൂ, അതെടുത്ത് വെളിയിലിട്ട് കാണിക്കുന്നു. പറയാതിരിക്കാൻ പറ്റിയല്ല. ഒരിക്കൽ അതിങ്ങനെ പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ഒരു കമന്റ് ഞാൻ അതിന്റെ അടിയിൽ കണ്ടേ, പുറത്തേക്ക് ചാടി തുടങ്ങി ഇഞ്ചക്ഷൻ ചെയ്തിട്ടാണ്. എന്തിനാണ് ഇതൊക്കെ പറയിപ്പിക്കുന്നത്? അതങ്ങനെ. പിന്നെ ആ അവസാനം വന്ന് ചുണ്ട് പൊട്ടിയിട്ടാന്ന് പറഞ്ഞ് നിലത്ത് കിടന്ന് ഉരുണ്ട് രക്ഷപ്പെടാൻ നോക്കിയാലും ഒരു ചുണ്ട് പൊട്ടിയതൊന്നും ആന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ആ ചുണ്ടുകൊണ്ട് കാണിച്ച ഗോഷ്ടി വെറും വൾഗറിന്റെ വൾഗറ. ഒരു പിള്ളാവർക്ക്, മനുഷ്യനായി പറഞ്ഞവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് അന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ആ കിച്ചുവിനൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവരുടെ ഒരു അവസരത്തെയാണ് രേണുസുതി നശിപ്പിച്ചു കൊടുക്കുന്നത്. കാരണം അവരുടെ അമ്മയല്ലേ എന്ത് പറഞ്ഞാൽ. ഇപ്പോഴും പറയാം, സ്വന്തം അമ്മമാര് സാരി ഉടുത്ത് നടക്കാൻ തന്നെ 10 വയസ്സുള്ള ആമ്പിള്ളാർ ഇപ്പൊ സമ്മതിക്കില്ല. അമ്മ ആ വയറ് കാണും, അല്ലെ അമ്മ പുറം കാണും എന്നൊക്കെ പറയുന്ന ആമ്പിള്ളാരാണ്. ഇത് ഈ സ്ഥാനത്ത് കിച്ചുവിന്റെ സ്വന്തം അമ്മയാണ് ഈ സബ്സ്ക്രിപ്ഷൻ നടത്തി ഈ ചുണ്ടുകൊണ്ടുള്ള ഗോഷ്ടി കാണിച്ച് കിച്ചു ചിലപ്പോ ഇപ്പൊ ജയിലിൽ കിടന്നേനെ, കൊന്നേച്ച്. ഇത് രണ്ടാനമ്മ ആയതുകൊണ്ടാണ്. അപ്പൊ കിച്ചു വന്നൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പറയുന്നതൊക്കെ കേൾക്കാം. പുള്ളിക്കാരൻ പോകാത്ത എന്താ, അമ്മയെ കാണാത്ത എന്താ, ഇത്ര വർഷം വളർത്തിയതല്ലേ, നീ എന്താ പോകാത്ത എന്നും പറഞ്ഞ് കിച്ചുവിന്റെ മെക്കിട്ടേറി. അന്ന് ഞാൻ വീഡിയോ കിച്ചുവിന് സപ്പോർട്ടായിട്ടാണ് ഞാനിട്ടെ. ഇന്ന് ഞാൻ അങ്ങനെ പറയുള്ളൂ. ആരൊക്കെ ഇപ്പം എന്നെ വന്ന് അറ്റാക്ക് ചെയ്താലും ഞാൻ ഇങ്ങനെ തന്നെ നിലപാടിൽ ഉറച്ചു നിൽക്കും. കാരണം എന്താ വെച്ചാൽ നമുക്കും ഉണ്ട് ഈ പ്രായത്തിലൊക്കെയുള്ള പിള്ളേര്. അപ്പൊ ആ പിള്ളേരുടെ മാനസികാവസ്ഥ നമുക്കറിയാം. അമ്മമാരെ അവരെങ്ങനെയാ കാണുമെന്നുള്ളത്. ആ ഒരു റെസ്പെക്ട് അവർ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും കൊടുക്കണമെന്നേ, അല്ലാതെ പറ്റില്ല. നമുക്ക് ആ ഒരു സമൂഹത്തിനെയൊക്കെ നമ്മൾ ഭയപ്പെടും. മനുഷ്യനെന്ന് പറഞ്ഞാൽ സമൂഹ ജീവിയാ. ഞാൻ എന്റെ തോന്നിവാസം ജീവിക്കും, ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കും, നീയൊക്കെ ആരാടാ ചോദിക്കാൻ എന്നുള്ള ഒരു ഭാവമായിട്ട് ജീവിക്കാൻ പറ്റില്ല. മനുഷ്യൻ സമൂഹ ജീവിയാ. സമൂഹത്തെ കുറച്ചൊക്കെ നമ്മൾ ഭയപ്പെടണം. കുറച്ചൊക്കെ മതി. എല്ലാ സമൂഹവും അവരാണ് നമുക്ക് ചെലവിന് തരുന്നത്, ഇങ്ങനെയൊക്കെ നമുക്ക് തിരിച്ചു ചോദിക്കാൻ പറ്റും. അവരല്ല ചെലവിന് തരുന്നത്. എന്നാലും നമ്മൾ സമൂഹത്തെ കുറച്ച് ഭയപ്പെടണം. അപ്പൊ കിച്ചു ഇട്ട വീഡിയോ കാണാം. എനിക്കെതിരെ ഒരു വീഡിയോ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമം. ഹലോ ഗൈസ്, അങ്ങനെ വിഷമമുള്ള കാര്യമാണ്. നമ്മളെ സങ്കടപ്പുണ്ട്, വിഷമമുണ്ട്. അപ്പം അങ്ങനെ കിച്ചു അങ്ങനെ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞ് കമന്റ് വഴിയിൽ പറഞ്ഞു അങ്ങനെ കിച്ചു അങ്ങനെ ഒടുവിൽ പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ള ആളെല്ലാം വിഷമം മാറട്ടെ. എന്റെ കിച്ചു ഞാനൊരു കാര്യം വെച്ചോട്ടെ, എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാം. ഓക്കെ, അല്ലാണ്ട് ഹാറ്റേഴ്സ് എല്ലാം പറഞ്ഞ് ഉള്ള കമന്റ് വഴിയിൽ പറഞ്ഞിട്ട് കേട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലൊരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോവാം. ഓക്കെ, അല്ലാണ്ട് വാക്കില്ലാക്ക് പോയിട്ട് കാണാൻ പോയിട്ട് അതിനൊരു അർത്ഥമില്ല. കിച്ചു മനസ്സിലായോ? ഒരർത്ഥം ഇല്ല. എന്റെ സ്വന്തം അമ്മയില്ലെങ്കിൽ എന്നെ എടുത്ത് നോക്കിയൊരു അമ്മയെന്നത്. അമ്മേന്റെ വില എനിക്ക് എന്തെന്ന് എനിക്ക് അറിയില്ലെങ്കിലും ഉണ്ടല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. കിച്ചു അത് ഇന്നെ കുറെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. വേറ്റേഴ്സിന് മുമ്പിൽ പറയാൻ ഇട്ടുകൊടുത്ത് കുറേ ആൾക്കാരുണ്ടോ, കുറേ അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പറയുന്ന അമ്മയുടെ വില
അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല ബ്രോ. എന്റെ 2ാമത്തെ വയസ്സിൽ എന്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാ. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഉള്ള അമ്മ സാധനം ഞാൻ കാണിച്ചു തരാത്ത. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്, മനസ്സിലായത്? അപ്പോൾ ഞാൻ ഇത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പന്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പന്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും ഇപ്പം മിക്ക പിള്ളേരാണെങ്കിലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പൊ അവൻ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നുന്നില്ല, എനിക്ക് അതിൽ നിന്ന് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഞാനൊന്നും തിരിച്ച് റിപ്ലൈ എടുക്കാൻ പോയില്ല. ഞാൻ അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു ആ ചാപ്റ്റർ, മനസ്സിലായി? അപ്പം ബ്രോ പറഞ്ഞ പോലെ എനിക്കൊരു അമ്മയുടെ വില എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ സ്നേഹത്തിന്റെ വില എനിക്കറിയാം. എനിക്കത് പറയണമെന്ന് തോന്നി. വീഡിയോ കണ്ടപ്പോൾ എനിക്കതൊന്നും തോന്നിയിട്ട് തോന്നിയേട്ടാ. പിന്നെ ഞാൻ കോട്ടയത്ത് പോയി ഞാൻ ഋതപ്പനെ കണ്ടു. ഋതപ്പനെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവനെ ഹാപ്പി ആക്കി ഞാൻ തിരിച്ചു വന്നു. അമ്മേനെ കാണാൻ പറ്റിയില്ല. അമ്മേനെ കാണാൻ ഇപ്പൊ പറ്റില്ല, ആശുപത്രി എന്നുള്ള രീതിയിൽ പറഞ്ഞു. ആശുപത്രി പോയാലും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും അമ്മയുടെ ഇത് അസുഖം എന്തായാലും മാറട്ടെ, പ്രാർത്ഥിക്കാം. അതേ എന്നെ കൊണ്ടും പറ്റത്തുള്ളൂ, നിങ്ങളെ കൊണ്ടും പറ്റത്തുള്ളൂ. അത് ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും മാറട്ടെ. ഇങ്ങനെ ആ ഒരു മെസ്സേജ് അപേക്ഷിച്ച് ആ പയ്യൻ അപേക്ഷിച്ച് ആ പയ്യൻ അയക്കുമ്പോൾ അതിന്റെ മറുപടി രേണുസുതി എന്ന അഹങ്കാരത്തിന്റെ കൊടുമുടി തന്നെയാണ്. ലക്ഷ്മി നക്ഷത്രം പറയുന്ന പോലെ ക്യാൻസർ വന്നുകൊണ്ട് ഒന്നും പറയാൻ പാടില്ല എന്ന്, അതൊന്നും പറ്റുന്ന കാര്യമില്ല. ചെയ്ത കുറ്റം തന്നെയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഒരാളെ കൊന്നേച്ച് വന്നാൽ കോടതി ശിക്ഷിക്കില്ലേ? ക്യാൻസർ ആണെങ്കിലും ഈയിടെ കണ്ട് ഞാൻ സോഷ്യൽ മീഡിയ കണ്ടു 2-3-4 പേര് കൂടി പിടിച്ചുകൊണ്ട് പോകുന്നു. നടക്കാൻ വയ്യാത്ത 90 വയസ്സ് കഴിഞ്ഞ ഒരു കളവനെ എന്നോ കാലത്ത് അയാൾ ചെയ്ത ഒരു കുറ്റത്തിന് വേണ്ടി അവിടോട്ട് കൊണ്ടിടുമ്പോഴേ അങ്ങേര് മരിച്ചു. എന്നാലും കോടതി ശിക്ഷിച്ചു. അതാണ് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് ചെയ്ത തെറ്റാവില്ല. ഈ പയ്യൻ ഇത്ര കാല് പിടിച്ചൊരു മെസ്സേജ്, അവന് സമൂഹത്തിൽ ജീവിക്കാനുള്ള അനുവാദമാണ് സത്യം പറഞ്ഞ അവൻ മറുസൈഡ് ചോദിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലായോ? ഇവനെ പോലെ ഈ കിച്ചുവിനെ പോലെ ഇത്ര സോഫ്റ്റ് ആയിട്ട് ആരിത് കൈകാര്യം ചെയ്യുന്ന പറയുന്നത്. ഈ പ്രായത്തിലുള്ള ആമ്പിള്ളാർ ഇങ്ങനെ കൈകാര്യം ചെയ്യത്തില്ല. അവരെങ്ങനെയാ പ്രതികരിക്കുമെന്ന് പറയാം. അപ്പോഴും രേണുസുതി അഹങ്കാരത്തോടെ കൊടുത്ത മറുപടി എന്താ? എനിക്കതിലൂടെ 2 ലക്ഷം രൂപ കിട്ടിയെന്ന്. അതാണ് ചോദിച്ചത്. ആ വീഡിയോയിൽ അന്ന് ആ ചുണ്ടുകൊണ്ട് കാണിച്ച ആ ഒരു സബ്സ്ക്രിപ്ഷൻ, ഈ ചുണ്ട് കടിച്ചോട്ടെ എന്ന് ചോദിച്ചൊരു ആരോ ഉണ്ട്. ചുണ്ട് കടിക്കരുതെന്നോ എന്തോ ഒരു മറുപടിയും വന്നിട്ടുണ്ട്. അന്ന് എനിക്ക് ആ ഒരു വീഡിയോ ചെയ്തപ്പം എനിക്കൊരു കമന്റ് വന്ന്, ആരാണ് ചുണ്ട് കടിച്ചോട്ടെ എന്ന് ചോദിച്ചവൻ. ഇങ്ങനെയൊക്കെ വൃത്തിയോടൊപ്പം സോഷ്യൽ മീഡിയ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആ പയ്യന്റെ മാനസികാവസ്ഥ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ആ പയ്യൻ പോയില്ല, കണ്ടില്ല എന്നും പറഞ്ഞു. അത് അവന്റെ വ്യക്തിപരമായ കാര്യമാണ്. അവനെ ഈ സമൂഹത്തിലിട്ട് അപമാനിക്കാൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്തു പറഞ്ഞാലും രേണുസുതിക്ക് അവന്റെ അമ്മയുടെ സ്ഥാനമല്ലേ ഉള്ളേ. അപ്പൊ അവന് അപമാനമുണ്ട്. ഒരു ക്യാൻസർ വന്നെന്ന് കരുതി ചെയ്ത തെറ്റെല്ലാം നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ വെളുപ്പിക്കാൻ പറ്റുക? എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ എന്നും നിലപാട് ഇങ്ങനെ തന്നെ പറയാറുണ്ട്. പുള്ളിക്കാരത്തി ഫിറോസിനോടാണേലും അച്ഛനോടാണേലും ചെയ്ത് പോകുന്ന അക്കില പൈസ ഉണ്ടാക്കാൻ വേണ്ടി പുള്ളിക്കാരത്തി എന്തും ചെയ്തോട്ടെ. പക്ഷെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ പയ്യൻ, കുഞ്ഞു പയ്യൻ, കിച്ചു പറഞ്ഞാൽ കുഞ്ഞു പയ്യന്റെ കാര്യം അത്ര മൈൻഡ് ചെയ്യണ്ട. അവന്റെ കൂട്ടുകാർ ഫോണിലൊന്നും ഇത് കാണാൻ പോകുന്നില്ല. അത് വിഷയമല്ല. ഇവൻ അതേ പറയാൻ പറ്റുള്ളൂ. ഋതപ്പനും വളർന്നു വരികയല്ലേ എന്നോർത്ത് അവൻ അതേ പറയാൻ പറ്റുള്ളൂ. അവന് പറയാൻ അവകാശമില്ല, ഒരു പേടി പോലെ. അതുകൊണ്ട് അവൻ ഋതപ്പനെ കൂട്ടി പറയാം, അമ്മ ഇങ്ങനെ ചെയ്യരുതമ്മേ, ഋതപ്പന്റെ കൂട്ടുകാർ ഇത് കാണില്ലേ. ഋതപ്പൻ കുഞ്ഞായതുകൊണ്ട് അവന്റെ കൂട്ടുകാർക്ക് ഒരു തേങ്ങ മനസ്സിലാക്കാൻ പറ്റില്ല. ഇവൻ അത് ബുദ്ധിമുട്ടുണ്ട്. ഇവന്റെ കൂടെ ഇരിക്കുന്ന പിള്ളേരെ നമ്മൾ കണ്ടിട്ടില്ലേ? ആ പിള്ളേരൊക്കെ എടുത്ത് ഇതൊക്കെ കണ്ടാൽ ഇവൻ എന്ത് മുഖത്തിൽ അവരുടെ മുന്നിൽ നിൽക്കും? അത്രയേ ഉള്ളൂ. അവരോട് ചെയ്ത മുഴുവൻ ഉപദ്രവമാണ്. ഇപ്പൊ എന്താണ് രേണുസുതി ക്യാൻസർ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന സുശേഷ പ്രസംഗികയോ അതോ പ്രവർത്തകയോ എന്തോ ആകുമെന്നും പറഞ്ഞ് പറയുന്നുണ്ടല്ലോ. അപ്പം മനമാറ്റം വന്നോ? ഏതായാലും ആ കമന്റ് വായിക്കാവേ. ഹലോ, ഇത് കിച്ചു അയച്ചതാണ്. കിച്ചു അന്ന് ഇപ്പൊ പറഞ്ഞ മെസ്സേജാണിത്. ഹലോ, ഞാനൊരു കാര്യം പറയാൻ മെസ്സേജ് ഇട്ടെ. ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയില്ല. അവിടാണ് നിങ്ങൾക്ക് മനസ്സിലാകേണ്ടത്. എവിടെയെങ്കിലും കിടക്കുന്ന ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് ഇവൻ ഉറക്കമില്ലാതെ വരുമോ? അവന്റെ അമ്മയാണ്, അമ്മയുടെ സ്ഥാനത്താണ് ആ വീഡിയോ. ആ വീഡിയോ ഒരു അമ്മയുടെ സ്ഥാനം അല്ലെ അമ്മ തന്നെ നിൽക്കുമ്പോൾ അവൻ അപമാനം കൊണ്ട് ശിരസ് താഴ്ത്തുക ചെയ്യുന്നത്. പിന്നെ എങ്ങനെ ഉറക്കം വരും? അതാണ് അവൻ എഴുതിയിരിക്കുന്നത്. ആ വാക്കുകളുടെയൊക്കെ അർത്ഥം രേണുസുതിക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ ഇവൻ ആരുവാ എന്നുള്ളൊരു ധാരണയിലാണ് അവോയ്ഡ് ചെയ്ത് വിട്ടെ.
ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയില്ല. ബിഗ് ബോസ് പോലെയുള്ള വലിയ TV ഷോയിൽ നിന്ന് ഇറങ്ങിയ ഒരാൾ ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത്? എത്ര ഷോസും പ്രൊമോഷനും ഒക്കെ കിട്ടുന്നുണ്ട്. ജീവിക്കാൻ വേണ്ടി അങ്ങനെ ജീവിച്ചൂടെ? ഫെയിമായിട്ട് നിൽക്കുവല്ലേ? ഇങ്ങനെയൊക്കെ കാണിക്കണോ? ഋതപ്പനെ ഓർത്തെങ്കിലും ഇതൊക്കെ നിർത്തും. അവന് ഋതപ്പനെ ഓർത്തെന്നേ പറയാൻ പറ്റുള്ളൂ, എന്നെ ഓർത്തെന്ന് പറയാൻ പറ്റുമോ? അതാണ് അവൻ അങ്ങനെ പറയുന്നത്. നിൽക്കുവല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കാൻ. ഋതപ്പനെ ഓർത്തെങ്കിലും ഇതൊക്കെ നിർത്തൂ. അല്ലാതെ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ഫെയിം ഉള്ളതല്ലേ? ഇങ്ങനെയൊക്കെ കാണിക്കാതിരിക്കുക. അത്രയ്ക്കും വിഷമം വന്നിട്ടാണ് പറയുന്നത്. ഇതുവരെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പ്ലീസ് എന്നും പറഞ്ഞ് കൈ കൂപ്പുന്ന ചിഹ്നമാണ് ഇട്ടിരിക്കുന്നത്. ഋതപ്പനും ഇതൊക്കെ എഫക്ട് ചെയ്യില്ലേ? അവനും ഈ ഫോണൊക്കെ യൂസ് ചെയ്യുന്നതല്ലേ? അവന്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ എടുക്കും, അറിയാലോ. അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇത് ഇവൻ അവനെ തന്നെയാണ്, കിച്ചുനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഋതപ്പന്റെ ഫ്രണ്ട്സ് എടുത്താൽ എന്ത് മനസ്സിലാകാൻ? ഒരു തേങ്ങ മനസ്സിലാവില്ല. അവൻ അതേ പറയാൻ പറ്റുള്ളൂ. അമ്മ എന്റെ ഫ്രണ്ട്സൊക്കെ ഇത് കാണും, അമ്മ ദയവ് ചെയ്ത് ഇങ്ങനെ ചെയ്യരുത്, എന്നെ ഇങ്ങനെ ഉപദ്രവിക്കരുത്. അപ്പൊ ആ പയ്യൻ അത് പറയാനുള്ള ഒരു അവകാശമില്ലെന്ന് തോന്നിയിട്ടാണ്. ഇവരുടെ മകൻ തന്നെയാണല്ലോ ഋതപ്പൻ. അതുകൊണ്ട് അവൻ ഋതപ്പൻ അങ്ങോട്ട് വളർന്നു വന്നു കഴിയുമ്പോഴല്ലോ ഇതൊക്കെ സോഷ്യൽ മീഡിയ കിടപ്പുണ്ടേ. വളർന്നു വന്നു കഴിയുമ്പോൾ ഋതപ്പൻ എങ്ങനെ പെരുമാറുമെന്നറിയില്ല. അപ്പം രേണുസുതി കൊടുത്ത മറുപടിയെ, അത് ഞാൻ ലൈവാണ് പോയത്. ലൈവ് പോയോണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ലൈവ് പോയിട്ട് തുണി പറിച്ച് കാണിച്ചാലും ഒരു കുഴപ്പമില്ല. ലൈവാണ് പോയത്. എന്റെ ലിപ്പ് പൊട്ടിയിരിക്കുമായിരുന്നു. ലിപ്പ് പൊട്ടിയിരിക്കുന്ന കാര്യമാണ് സംസാരിച്ചത്, അല്ലാതെ വൃത്തികേടായി ഞാനൊന്നും സംസാരിച്ചിട്ടില്ല. പിന്നെ എനിക്കെന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് എന്തൊക്കെയോ. ഏതായാലും ഇത്രേ ഇട്ടിട്ടുള്ളൂ. അപ്പം ഇതിന്റെ അകത്ത് 100% ഞാൻ സപ്പോർട്ട് കൊടുക്കുന്ന ഏതവസ്ഥയിലാണെങ്കിലും കിച്ചൂരാ. കാരണം ഒരു ആൺകുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കുക. അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ നിൽക്കുമ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ വരെ ഭൂമി പിളർന്ന് താഴോട്ട് പോയാലോ എന്ന് തോന്നുന്ന നിമിഷങ്ങളിലൂടെയാണ് ആ പയ്യൻ കടന്നു പോകുന്നത്. അതുകൊണ്ട് ആ എന്ത് ക്യാൻസർ അല്ല എന്തുണ്ടെങ്കിൽ ക്യാൻസർ എല്ലാം മാറി മിടുക്കിയായിട്ട് തിരിച്ചു വന്ന് എന്താണ് നല്ലപോലെ അഭിനയിച്ചൊക്കെ ജീവിക്കട്ടെ. അത് നമുക്കും പ്രാർത്ഥിക്കാം. ഇപ്പൊ ഓരോ ഇതൊക്കെ കാണുമ്പം ഈയിടെ ബിനു അടിമാലി എന്നിട്ടും അവര് ഐസിയുലായിരുന്നു, ശക്തിയായിട്ട് ഐസിയുലായിരുന്നു, കയറ്റിയില്ല എന്ന് ബിനു അടിമാലി പറയുന്ന കേട്ടോ. അപ്പൊ ആ കുട്ടിക്ക് ഈ ക്യാൻസർ വന്ന് എത്രയും വേഗം അതിന് ആത്മധൈര്യമുള്ള ആളാണ്. ക്യാൻസറിന് ഏറ്റവും വേണ്ട അത് തന്നെയാണ്. അപ്പൊ ചെറുത്ത് നിന്ന് ക്യാൻസറിനെ തോപ്പിച്ച് രേണുസുതി കയറി വരട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം. പക്ഷെ കിച്ചുവിനോട് ചെയ്തെല്ലാം ശരിയാണെന്ന് പറയാൻ പറ്റത്തില്ല. കിച്ചുവിന്റെ ഒപ്പം തന്നെയാണ് ഞാൻ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.